വാട്ടർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിനാണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ ഫെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ ഇത് വെറും ആയിട്ട് ഞാൻ ഇപ്പോഴും അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്ക് കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ അത് എന്റെ ഒരു അപേക്ഷയാണ്. ഇതിപ്പോ ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരും ഈ ഒരു ബ്ലോഗേഴ്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവർക്കൊന്നും ഒരു രോഗം ചെയ്തില്ല. നിങ്ങൾ ആരും എനിക്ക് ഒരു ഉപകാരം ചെയ്യണ്ട, നിങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ എങ്ങനെയും മരുന്നുമായിട്ട് ഞാൻ ജീവിച്ചു പോട്ടെ. അങ്ങനെ അവസാനം രേണു ഇപ്പോൾ എല്ലാത്തിനുമുള്ള ഒരു മറുപടി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് കുറേ ദിവസം കൊണ്ട് പല രീതിയിലുമുള്ള പലതരത്തിലുമുള്ള ചർച്ചകൾ രേണുവിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അതിൽ രേണുവിന് അങ്ങേയറ്റം അഗെയിൻസ്റ്റ് ആയിട്ട് മാറുന്ന തരത്തിൽ പോലും ചർച്ചകൾ വളരെ വലിയ തോതിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പോലും മാറിയിട്ടുണ്ടായിരുന്നു. അതിലെടുത്ത് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ രേണു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ രേണുവിൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് 2 ലക്ഷം രൂപയുടെ മരുന്നിൻ്റെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പിന്നെ കിച്ചുവിൻ്റെ ആ ഒരു പ്രശ്നം, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ രേണുവിന് അസുഖം ഇല്ല എന്നുള്ള തരത്തിൽ പോലും ആ ചർച്ച പല രീതിയിൽ വഴിമാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രേണുവിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ വീഡിയോ കാണുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും രേണുവിനെ സംബന്ധിച്ചോളം വളരെയധികം ക്ഷീണിതയായിട്ട് തന്നെയാണ് ആ വീഡിയോ കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മുടിയും പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ കീമോ എടുക്കുമ്പോഴത്തേക്കും അറിയാവുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് എന്താണ് കാര്യം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ. അത് എടുക്കേണ്ട കാരണം എന്താണ് എന്നുള്ളത് അവർ തന്നെ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിലവിലത്തെ സിറ്റുവേഷനിൽ ഈ ഒരു അവസ്ഥയിലും രേണുവിന് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുണ്ടായ ആ ഒരു ഇട എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പലർക്കും തോന്നിയിട്ടുള്ള പല രീതിയിലുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഞാനും മുന്നത്തെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രേണു ഇന്നൊരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു തെളിവുകളോട് കൂടി വന്നിട്ട് പറയണം എന്നുള്ളത്. അല്ലാതെ അറ്റുമൂല്യം പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. കാരണം പലരും പല രീതിയിൽ പല തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കും, പല രീതിയിൽ അത് എടുക്കും. പക്ഷേ അതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു തെളിവുകളോട് കൂടി തന്നെ കാര്യങ്ങൾ പറയണം. കാരണം രേണു വന്നിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയുമ്പോഴത്തേക്കും അത് ഇന്നതാണെന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അത് പലർക്കും പല രീതിയിൽ അത് വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ പല രീതിയിൽ അത് എടുക്കാം. പക്ഷെ അത് തെളിവുകളോടുകൂടി അത് വന്ന് പറയണം, അല്ലെങ്കിൽ ഇതാണ് സത്യം എന്നുള്ളത് പറയണം. അത് ഇപ്പോഴാണ് രേണു വന്ന് ആ ഒരു കാര്യം വെളിപ്പെടുത്തി എന്ന് പറയുന്നത്. ഈ മരുന്നിൻ്റെ വിഷയത്തിലായാൽ പോലും എന്തൊക്കെ തന്നെയായാലും നിലവിലത്തെ സിറ്റുവേഷനിൽ ശരിക്കും രേണു ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ വളരെയധികം പ്രശ്നങ്ങൾ നിറഞ്ഞത് തന്നെയാണെന്ന കാര്യത്തിൽ അത് സംശയമില്ല. കാരണം ഈ ഒരു അവസ്ഥ അത് തരണം ചെയ്ത് വരേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ രേണുവിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനിടയിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ പല രീതിയിലുള്ള നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തിലെല്ലാം തന്നെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള പല രീതിയിലുള്ള ഇടപെടലുകളും അതിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. രേണുവിനെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ സിറ്റുവേഷനിൽ രേണുവിന് വേണ്ടതെന്ന് പറയുന്നത് റെസ്റ്റാണ്, മനസ്സമാധാനമാണ്. പല രീതിയിലും ഈ പറയുന്ന രീതിയിൽ ഈ രോഗത്തെ നിയന്ത്രിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിന്ന് ഭേദമായിട്ട് പുറത്തു വരാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മനസ്സമാധാനത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ആദ്യം ഉണ്ടാകും. ആ അന്തരീക്ഷമല്ല നിലവിൽ രേണുവിന് എന്നുള്ളത് വാസ്തവമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണ് എന്നുള്ളതും എല്ലാവർക്കും പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രേണു തന്നെ പറയുന്നുണ്ട് പല രീതിയിൽ കമൻറ്റുകൾ, അത് ഇത് മറ്റത് മറിച്ചത്. രേണു സത്യമായി നിലവിലത്തെ സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ വലിയ തോതിൽ തന്നെ നിയന്ത്രിക്കണം. അത് മാത്രമല്ല അത് ശ്രദ്ധിക്കേണ്ടിയും ഇരിക്കുന്നു. കാരണം രേണു ഈ വീഡിയോസ് ചെയ്യുന്നതിനോടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രേണു വീഡിയോസിലൂടെ ഓരോ കാര്യങ്ങൾ പറയുന്നതിനോടോ ഒന്നും തന്നെ ഒരു പ്രശ്നവുമല്ല. പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ അളന്നും തൂക്കിയും പറയേണ്ടത് അനിവാര്യമാണ്. കാരണം എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്മുടെ വായിൽ നിന്ന് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള കാര്യം മതി അത് പിന്നെ ഒരു ചർച്ചാ വിഷയമായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറാൻ. അങ്ങനെ ചർച്ചയാവുന്ന തരത്തിലോട്ട്, അല്ലെങ്കിൽ അങ്ങനെ അതൊരു കോണ്ടന്റ് ആയിട്ട് പിന്നെ വേറൊരു തരത്തിലോട്ട് മാറുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതിരിക്കുക. മെയിനായിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്. അല്ലാതെയുള്ള കാര്യങ്ങൾ, രേണുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയ രേണുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യുക. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് ഒരു കോണ്ടന്റായി, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതൊരു ചർച്ചയാക്കാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ കമന്റ് ബോക്സിൽ പോലും ഒരു നെഗറ്റീവ് ആയിട്ട് പറയാനായിട്ട്, ഒരു വിമർശനം ഉന്നയിക്കാനായിട്ട് ഒരു ഇടയുണ്ടാക്കുന്ന തരത്തിലോട്ടുള്ള ഒരു കോണ്ടന്റുകൾ ആ ഒരു തരത്തിൽ നമ്മളിൽ നിന്നും ഈ ഒരു സിറ്റുവേഷനിൽ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് നിലവിലത്തെ സിറ്റുവേഷൻ രേണുവിന് വേണ്ടത് മനസ്സമാധാനമാണെങ്കിൽ അതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം രേണുവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് സിറ്റുവേഷൻ എന്നുള്ള കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗം അത് പരിപൂർണമായിട്ട് നിർത്തണം എന്നുള്ള ആ ഒരു ഇതല്ല, അത് ഉപയോഗിക്കാം. പക്ഷേ അതിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടിയും കൂടെ ഇരിക്കുന്നു. അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ വീഡിയോസിൽ വന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് ഒരു വിമർശിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ടോ ഉള്ള ഒരു കാര്യമായി നമ്മുടെ വായിക്കുന്ന ഒരു വാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്ന തരത്തിലോ അല്ലെങ്കിൽ എന്ത് കാര്യമായാലും അത് നിലവിൽ രേണു ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് രേണു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വിട്ടുപോയെന്ന് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് കിച്ചുവിൻ്റെ ആ ഒരു വിഷയം അത് രേണുവിൻ്റെ വായിൽ നിന്ന് വന്നുപോയ ഒരു കാര്യമാണ്.
അത് വന്നതിന് ശേഷമാണ് ഇത്രത്തോളം ഒരു നെഗറ്റീവായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള ഒരു ഇടയുണ്ടായത്. അതാണ് പിന്നെ പല രീതിയിൽ വളഞ്ഞ് തിരിഞ്ഞ് ഈ ഒരു തരത്തിൽ എന്താ പറയുക അങ്ങേയറ്റം ഒരു പ്രശ്നമായി മാറുന്ന തരത്തിൽ രേണുവിന് പോലും ഒരു മനസ്സമാധാനം കിട്ടാത്ത തരത്തിൽ പോയിട്ട് പോലും കാര്യങ്ങൾ ഇവിടം വരെ എത്തിയെന്ന് പറയുന്നത്. ഇനിയെങ്കിലും രേണു അത് മനസ്സിലാക്കണം. രേണു അത് മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. അതായത് ഈ പറയുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീഡിയോസിൽ വന്ന് പറയുന്നത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കോണ്ടന്റ് ആയിട്ട് ഉള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് എടുത്ത് വിമർശിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. രേണു ഈ പറയുന്ന രീതിയിൽ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. പക്ഷേ സോഷ്യൽ മീഡിയ ആകുമ്പോഴത്തേക്കും പല രീതിയിൽ പലരും പല മൈൻഡുള്ളവരാണ്. ആരെയും തിരുത്താനോ അല്ലെങ്കിൽ ആരെയും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ വായിൽ നിന്നും ഈ പറയുന്നത് ബാക്കിയുള്ളവർക്ക് ഒരു കോണ്ടന്റ് ആക്കി മാറ്റാനായിട്ടുള്ള ഒരു വക ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതാണ് രേണു ഇപ്പോൾ നല്ലതെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു രോഗം മാറിയിട്ട് തിരിച്ചു വരാനായിട്ട് രേണുവിന് സാധിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറയുന്നു.